മുജാഹിദ് പ്രസ്ഥാനം ഈ അടുത്ത കാലത്ത് വന്നൊരു സംഗതിയാണ്. അതായത് ദുആ അള്ളാഹു അല്ലാത്തവരോട് മറ്റു തേടുന്നതൊക്കെ ദുആയാണ് എന്നുള്ള വാദം തന്നെ ഈ അടുത്ത് വന്നതാണ്. അപ്പൊ പിന്നെ ഇമാമിങ്ങളെ കിതാബിലൊന്നും ദുആന്റെ നിർവചനോ അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ളതോ കാണൂല. ശരി, അപ്പൊ ഇല്ലെന്ന് ഉറപ്പായല്ലോ, കിതാബില്ല ഉറപ്പായല്ലോ, അത് ആവശ്യമുള്ളൂ. ഇനി മുജാഹിദുകൾ ഈ കാര്യം അടുത്ത കാലത്ത് പറയാൻ തുടങ്ങി. എന്തുകൊണ്ട്? ഇസ്തിഗാസ അടുത്ത കാലത്ത് ഉണ്ടായതുകൊണ്ട്. ഇസ്തിഗാസ ഈ അടുത്ത കാലത്ത് ഉണ്ടായി. ആ മുജാഹിദുകൾ പറഞ്ഞു ഇത് പാടില്ല എന്ന് പറഞ്ഞു. പണ്ടില്ലാത്ത പണ്ട് പറയാൻ പറ്റതല്ലോ. ഇപ്പൊ ക്ലിയറായി, അത് ക്ലിയറായി. നിങ്ങൾ ഒന്നിരിക്കി, ഒരു 5 മിനിറ്റ് ഇരിക്കി. അൽഹംദുലില്ലാഹ് ഖൈറാണ്. അപ്പൊ മുജാഹിദീകൾ ഇത് പറഞ്ഞു. എന്ത്? അള്ളാഹുവിനോട് മാത്രം തേടാൻ പാടും. എന്തുകൊണ്ട് പറഞ്ഞു? അന്നല്ലാത്തോട് തേടുന്ന ഏർപ്പാട് കുറച്ച് മനുഷ്യന്മാർ പഠിച്ചു തുടങ്ങി. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ശരിയല്ല. പണ്ടത് പറയേണ്ട ആവശ്യമില്ല, എന്നാൽ ഏർപ്പാടില്ല. ഞാൻ പറഞ്ഞ ഒരു സ്വഹാബിയും ഒരു താബിഈയും ഒരു താബിഈയും നിങ്ങൾ ഈ പറഞ്ഞ ഇസ്തിഗാസ വകുപ്പ് പഠിപ്പിച്ചിട്ടേ ഇല്ല. അഖീദ സ്വീകരിക്കാൻ വേണ്ടി എഴുതപ്പെട്ട ഒരുപാട് കിതാബുണ്ടല്ലോ. ഒന്ന് കേട്ടോളി, നിങ്ങൾ തരാം, സമയം തരാം, കുഴപ്പമില്ല. അഖീദ പഠിപ്പിക്കാൻ വേണ്ടി അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എത്ര കിതാബ് എഴുതിയിട്ടുണ്ട്. അവരാരും നിങ്ങളീ കൊണ്ടെടുക്കണ ഈ ഇസ്തിഗാസയും ഈ വേർപാടൊന്നും അവരൊരാളും പഠിപ്പിച്ചിട്ടില്ലല്ലോ. അതൊരു ഹക്കനാണല്ലോ, അതൊരു ഹക്കാണ്. ഇവിടെ സുബിക്കിയുടെ ശേഷം അവിടെ നിങ്ങളുടെ അല്ലാതെ അതിനപ്പുറത്തേക്ക് എവിടെ പഠിപ്പിച്ചത്? എവിടെ ഇല്ലല്ലോ. എന്നിട്ട് പിന്നെ കച്ചവടക്കാർ നിൽക്കി, നിങ്ങളെന്താ ഈ കച്ചവട പ്രശ്നം? അവിടെ ഇരിക്കി, ആരെയും വർത്താനം നിങ്ങൾ കച്ചവടത്തിൽ വരിക, അവിടെ ഇരിക്കി. അപ്പോ ഇവിടെ സുബിക്കിയുടെ ശേഷമല്ലാതെ അദ്ദേഹത്തിന്റെ കാലത്തല്ലാതെ അതിനു മുമ്പ് അഹ്ലുസുന്നയുടെ ആദ്യകാല പണ്ഡിതന്മാരുടെ കിതാബിൽ എവിടെയും ഈ പറയപ്പെട്ട ഇസ്തിഗാസനില്ല. നിങ്ങൾ പറഞ്ഞ ഇസ്തിഗാസ സുബിക്കിയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്ന ഇസ്തിഗാസ അല്ല, ചോദ്യം അതാണ്. ഞങ്ങൾ മാത്രം കൊടുക്കുന്നല്ലേ, അത് ഇതുകൊണ്ടാ കാരണം, ഇതുകൊണ്ടാ വന്നത്. അപ്പൊ ആദ്യ കാലത്ത് അതില്ല. ഏതായിരുന്നാലും ഹക്കായ ദുആ, ബാത്തിലായ ദുആ, 2 ഐറ്റം ദുആ ആണ്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു. അള്ളാഹുവിനാണ് ഹക്കായ ദുആ ഉള്ളത്. അള്ളാഹ്ക്ക് പുറമെ ദുആ ചെയ്താലോ അള്ളാഹ്ക്ക് പുറമെ ആരോടൊക്കെ നിങ്ങൾ ദുആ ചെയ്താലും അതൊക്കെ ബാത്തിലാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾ നിർവഹിക്കുന്ന സത്യമായ ശരിയായ ശർഅ പഠിപ്പിച്ച ദുആ ഏതാണ്? തന്റെ റബ്ബിനോട് അവൻ നിർവഹിക്കുന്ന ദുആ ആണ് ഇസ്തിദാഉൽ അബ്ദി റബ്ബഹു. തന്റെ റബ്ബിനോട് ഒരു അടിമ, കച്ചവടക്കാരൻ പിന്നെ ചോദിപ്പുണ്ടാക്കുകയാണ്, ഒരടിമ അല്ല മൂപ്പർക്ക് പ്രതീക്ഷ ഉണ്ട്, നിങ്ങളെ മാതിരിയല്ല, കിതാബ് തിരിയും. ഇസ്തിദാഉൽ അബ്ദി റബ്ബഹു, ഒരടിമ തന്റെ റബ്ബിനോട് തേടുന്ന തേട്ടമാണ് എന്ത്? ഹഖീഖത്തു ദുആ. അതാണ് സാക്ഷാൽ ദുആ. ആ ദുആ റബ്ബിനോടേ പാടുള്ളൂ, മറ്റാരോടും പാടില്ല. ഇനി അത് മതി, നമുക്ക് ഹഖീഖത്തായ ദുആ മതി. ഞാൻ അപ്പുറം ഹക്കല്ലാത്ത ദുആ നമുക്ക് വേണ്ട. അല്ലാത്ത ദുആ ഒക്കെ ബാത്തിലായ ദുആ ആണ്. അല്ലാത്ത ഏത് പ്രാർത്ഥനയും ബാത്തിലായ ദുആ ആണ്. അതിനർത്ഥം ആരോട് ഒരാൾ എന്ത് തേടിയാലും അതൊക്കെ ദുആ ആകണമെങ്കിൽ ആരോട് തേടുന്നുവോ അവർ റബ്ബാണെന്ന് വിശ്വസിക്കണം എന്ന് അഹ്ലുസുന്നയുടെ പ്രാമാണികരായ പണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതനും പഠിപ്പിച്ചിട്ടേ ഇല്ല. റാസിയും പറഞ്ഞിട്ടില്ല, ഒരു കിതാബിലും ഇല്ല. അത് നിങ്ങൾക്ക് അന്വേഷിക്കാം, നിങ്ങൾ അന്വേഷിച്ചോളൂ. ഞാൻ തീർത്തു ബാങ്കിൽ കിട്ടൂല. നിങ്ങൾ എപ്പോൾ കിട്ടും നിങ്ങൾക്ക് അപ്പം നമ്മൾ അറിയിക്കാം. 8 കൊല്ലൊന്നും വേണ്ട, നിങ്ങൾ ഏത് മുജാഹിദിനും പിന്നാലെ പോകും വേണ്ട. ഇത് നിങ്ങൾ കിതാബിന് എവിടുന്ന് കിട്ടണം അറിയിച്ചോളി. അതില്ല, അങ്ങനെ എവിടെയും ഇല്ലതാനോ. നിർവചനം പറഞ്ഞവരോ അല്ലാത്തവരോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അത് പിൽക്കാലത്ത് റബ്ബല്ലാത്ത ആളോട് തേടുന്ന രീതി കൊണ്ടുവരികയും അത് ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ പിന്നെ കണ്ടെത്തിയ വഴിയാണ് റബ്ബാന്ന് വിശ്വസിക്കണം, ഇലാഹാന്ന് വിശ്വസിക്കണം, സ്വയം കഴിവ് വകവെച്ച് കൊടുക്കണം, അപ്പൊ കൊടുത്ത കഴിവ് ഞങ്ങൾ ചോദിക്കണം, അതുകൊണ്ട് ശിർക്കല്ല എന്നൊക്കെ പിന്നെ അതിനു വേണ്ടി പറഞ്ഞൊപ്പിച്ച ന്യായങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യേണ്ടത് ഹഖീഖത്ത് ദുആ മാത്രം എടുക്കുക. ഹഖീഖത്ത് ദുആ, സത്യമായ ദുആ ഉണ്ടല്ലോ, ആ റബ്ബിനോട് അത് മാത്രം എടുക്കുക. അപ്പൊ ആ കുത്തുബൈത്തും റാത്തീബും മാലിയും മൗലൂദും ഇസ്തസ്ഖീം ഒക്കെ ഒഴിവാക്കിയിട്ട് റഹ്മാനായ റബ്ബിനോട് മനസ്സറിഞ്ഞിട്ട് ദ്വാരിക്കുക. പഠിച്ചോനെ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ, എന്നോട് മാത്രം ഞാൻ സഹായം തേടുള്ളൂ, എന്നെ മാത്രമേ ഇബാദത്ത് എടുക്കുള്ളൂ എന്ന് അള്ളാഹിന്റെ മുമ്പിൽ മനസ്സറിഞ്ഞ് അപ്പം പ്രഖ്യാപിക്കാൻ പറ്റും. മറ്റെന്താ വെച്ചാൽ ഇവിടെ എന്തും ഏതിനൊക്കെ മരിച്ചുപോയ ആളുകൾ അമ്പ്യവരാക്കന്മാരൊക്കെ വിളിച്ചു തേടുന്ന ആ ശൈലി അത് മുസ്ലിമീങ്ങൾക്ക് പരിചയമുള്ള ശൈലിയല്ല, അത് അഹ്ലുസുന്നയെ പരിചയപ്പെടുത്തിയതല്ല. അത് പിൽക്കാലത്ത് ഷിയാക്കൾ കൊണ്ടുവന്നു, ഷിയാക്കളിൽ നിന്ന് സൂഫികൾ ഏറ്റെടുത്തു, സൂഫികളിൽ നിന്ന് സമസ്തക്കാർ ഏറ്റെടുത്തു, അവിടെ പ്രചരിച്ചു എന്നതാണ്.